കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ സഖാവെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴമൊഴി അങ്ങ് ഓർക്കുന്നുണ്ടോ ആവോ? കേരളത്തിൽ സർവ്വസാധാരണമായി പറഞ്ഞു കേൾക്കുന്ന ഒരു പഴമൊഴിയാണ് ഇത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതായത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്നായാലും അവനവൻ തന്നെ അനുഭവിച്ചിരിക്കണം എന്നുള്ളതിന്റെ വളരെ ലളിതമായ ഒരു പരാമർശം തന്നെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് അന്വർത്ഥമായിരിക്കുന്നു. പിണറായിക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും അക്ഷരാർത്ഥത്തിൽ അത് കിട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു വരുന്നത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കൊള്ളക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന നയതന്ത്ര ജീവനക്കാരിയെ വർഷങ്ങളോളം ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ശിവശങ്കരന്റെ ഒത്താശയോടുകൂടി നടത്തപ്പെട്ടു എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ സ്വപ്ന സുരേഷിനെയും ശിവശങ്കരനെയും മാത്രം ബലിയാടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ അന്ന് രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാഴ്ചയാണ് ജനം കണ്ടത്. ഇതിന് കാലം കൃത്യമായി തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു പിണറായി വിജയന് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സ്വപ്ന സുരേഷ് ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആരാണ് കുടുക്കിയത്, താൻ ആര് വഴിയാണ്, ആർക്ക് വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത്, തന്നെ ആരാണ് ഉപയോഗിച്ചത്, സ്വർണം കള്ളക്കെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രവർത്തിച്ചത്, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതിലുള്ള പങ്ക് എന്താണ് എന്നുള്ളതെല്ലാം അക്കമിട്ട് അടയാളപ്പെടുത്തി പൊതുസമൂഹത്തോടും മാധ്യമത്തോടും സ്വപ്ന സുരേഷ് വിളിച്ചു പറയുകയുണ്ടായി. താൻ ക്ലിഫ് ഹൗസിൽ ഇന്ന തീയതിയിലാണ് പോയിരുന്നത്, ഇന്ന കാറിലാണ് പോയിരുന്നത്, അന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഇന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിച്ചു എന്നങ്ങനെയുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് അടയാളപ്പെടുത്തി വിവരിക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരാവട്ടെ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കള്ളക്കടത്തിയ കേസിലെ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ ഒരു സ്ത്രീ തനിക്കും തന്റെ കുടുംബത്തിനും എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അവർക്കെതിരെ ഒരു കേസ് പോലും, ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ജനങ്ങൾ അത് ചോദിക്കുന്നുണ്ട്. അന്ന് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്കടക്കം എത്രയെത്ര ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന സ്ഥാപനത്തിൽ താൻ ജോലി ചെയ്യുമ്പോൾ തനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ 1% അല്ലെങ്കിൽ ശമ്പളത്തിന്റെ നല്ലൊരു ശതമാനം അടിച്ചു മാറ്റിയിരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് എന്നുള്ള ആരോപണം വരെ സ്വപ്ന സുരേഷ് പൊതുവേദിയിൽ ഉയർത്തുകയുണ്ടായി, മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയുണ്ടായി. സ്വപ്ന സുരേഷ് എന്ന ഈ സ്ത്രീയെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണം കടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രേരണ കൊണ്ടാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന എം ശിവശങ്കരൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിനെല്ലാം ചരട് വലിച്ചത് എന്ന് കൂടി സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി. പിന്നെ ഇതിന്റെ പേരിൽ ശിവശങ്കരൻ കുറച്ചുനാൾ ജയിലിൽ കഴിയുകയുണ്ടായി. അപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാഴ്ചയാണ്, മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ 2ഓ 3ഓ തവണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണ്ണക്കള്ളക്കെടുത്ത് നടക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായതും ആ ആരോപണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തന്നെ ഇരിക്കുന്ന വേദിയിൽ തുറന്നടിച്ചത്. ഇത്രയെല്ലാം ആരോപണങ്ങൾ ഒരു നാട് ഭരിക്കുന്ന, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ആ സ്ത്രീക്കെതിരെ ഒരു കേസ് പോലും എടുക്കാൻ മുതിരാതിരുന്നത്? മുഖ്യമന്ത്രി കേസ് കൊടുക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷ് തനിക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം കോടതിയിൽ തുറന്നു പറയും. മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ എലിക്കെണിയിൽ പെട്ടതുപോലെ പെടും. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരും പെടും എന്ന് തന്നെയാണ് സ്വപ്ന പറഞ്ഞത്. സ്വപ്നയെ ഉദ്ധരിച്ചുകൊണ്ട് ചില അഭിഭാഷക വൃത്തങ്ങളും സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുകയാണെങ്കിൽ ആ മൈക്ക് സെറ്റ് എവിടെയെങ്കിലും ഒന്ന് ഹൗഡ് ചെയ്താൽ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും എല്ലാം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരെങ്കിലും കരിങ്കൊടി കാണിക്കുകയാണെങ്കിൽ അവരെ തല്ലി ചമ്മന്തിയാക്കുന്ന പോലീസുകാരെയാണ് നാം കണ്ടിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ, പ്രതിഷേധിക്കുകയാണെങ്കിൽ, അതായത് സമാധാനപരമായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ പോലും അവർക്കെതിരെ പോലും മുഖ്യമന്ത്രി കേസെടുക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ അതീവ ഗുരുതരമായ സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരന്റെ നേതൃത്വത്തിലാണ്, ശിവശങ്കരന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ളക്കടത്ത് നടന്നത് എന്നൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് ഈ സ്വപ്ന സുരേഷിനെതിരെ ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്ന, ഒരു കോടതിയിൽ കൊടുക്കാതിരുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആ കേസിൽ മൗനം പാലിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. മുഖ്യമന്ത്രി അതിന് വ്യക്തത കൊടുത്തിട്ടില്ല. അതിന് മറ്റൊരു കാരണമില്ല, മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനും അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പിന്നീട് സ്വപ്നയെ നിലത്തും നെറുകയിലും നിൽക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി ഓടിക്കുന്ന കാഴ്ച നാം കണ്ടു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞ സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബവും ആർജവും കാണിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ കാലം എല്ലാത്തിനും നീതി, കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും കണക്ക് ചോദിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് തന്നെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത്. അന്ന് സ്വപ്ന അനുഭവിച്ച മനോവ്യഥകളെല്ലാം ഇന്ന് മുഖ്യമന്ത്രിയുടെ സർക്കാർ അനുഭവിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം
അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്നവർ അത്രയും CPM-കാരാണ്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ്. അതിൽ MLA ഉണ്ട്, പാർട്ടിയുടെ MLA ഉണ്ട്, പാർട്ടിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്, പാർട്ടി നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റുണ്ട്, പാർട്ടി നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുതൽ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. എല്ലാം പാർട്ടിക്കാർ തന്നെയാണ്. മുഖ്യമന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൊതുമധ്യത്തിൽ ഉടുമുണ്ടുരിഞ്ഞ് നാണം കെട്ട് നാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന ഒരു സ്ത്രീയെ പൊതുജനമധ്യത്തിൽ തേജോവധം ചെയ്യുകയും അവർ ജയിൽവാസം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കാലം തിരിച്ചടി കൊടുത്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയുടെ അതേ പേരിൽ തന്നെ, അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, പരാജയം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അടിതെറ്റി വീണിരിക്കുന്നു, മൂക്കുകുത്തി വീണിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ തിരിച്ചടി വീണ്ടും പിണറായി വിജയനും CPM-നും ഉണ്ടാക്കും എന്ന് തന്നെ പിണറായി വിജയനും CPM-ഉം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യെ ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദത്തിലാഴ്ത്തി ഭീഷണിപ്പെടുത്തിയൊക്കെ ഈ കേസ് വഴിതിരിച്ചിടുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നു എന്നുള്ള പിന്നാമ്പുറ കഥകളാണ് CPM-നകത്തു നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത്. CPM-നകത്തുള്ള അയ്യപ്പ വിശ്വാസികളായ പലർക്കും പിണറായി വിജയന്റെ ഈ നടപടിക്രമങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018-19 കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ SIT അന്വേഷിക്കുന്ന തരത്തിലുള്ള കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് കൈയാളുന്ന സമയത്താണ് ഇത്തരം വലിയ ഒരു സ്വർണ്ണ തീവട്ടിക്കൊള്ള ശബരിമലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ കേസുമായി ഒരു അറസ്റ്റ് നീണ്ടുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ SIT അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ SIT-യെ അതീവ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും SIT ഉദ്യോഗസ്ഥരോട് ഒരു സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉന്നതരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT ഇപ്പോൾ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി SIT വിളിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അഥവാ കടകംപള്ളി സുരേന്ദ്രനോട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തണം എന്നുള്ള ആവശ്യം SIT മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ED കൂടി അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നു. ED പല ആളുകളുടെയും, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള നിരവധി ആളുകളുടെ വീടുകൾ ഒരേ സമയത്ത് സെർച്ച് നടത്തിയിരിക്കുന്നു, വിലപ്പെട്ട രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ കടകംപള്ളി സുരേന്ദ്രനെ കൊടുക്കുന്നതാണ്, കടകംപള്ളി സുരേന്ദ്രൻ വെട്ടിലാഴ്ത്തുന്നതാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ED കൂടി ഈ കേസിൽ അന്വേഷിക്കുമ്പോൾ SIT ഏതെങ്കിലും കാരണവശാൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ED-ക്ക് കിട്ടിയിട്ടുണ്ട്. ED കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും സ്വർണ്ണക്കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ സ്വപ്ന സുരേഷ് എന്ന ഒരു സ്ത്രീയെ ജയിലിൽ അടച്ചതിന്റെ ആ ഒരു അവരനുഭവിച്ച മനോവേദനയും അവരുടെ ആ മാനസിക വ്യഥകളും അന്ന് പിണറായി വിജയന്റെ തലയിൽ ഇടുത്തി പോലെ ശാപമായി തന്നെ വർഷിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അയ്യപ്പ കോപമായി സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ തന്നെ, അല്ലെങ്കിൽ സ്വർണ്ണ തീവെട്ടിക്കൊള്ള കേസിൽ തന്നെ പിണറായി വിജയൻ സർക്കാർ കൂപ്പുകുത്താൻ പോകുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ കേസിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.